അമേരിക്കയുമായിട്ടുള്ള വ്യാപാര തർക്കത്തിൻ്റെ എല്ലാം ചർച്ചകൾ നമ്മൾ പലതവണ ചെയ്തതാണ്. എന്തായാലും അമേരിക്കയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അത് സ്വതന്ത്ര വ്യാപാര കരാറാണ്, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. FTAക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് എന്തും ഇവിടെ കൊണ്ട് തള്ളി വിറ്റുമറിച്ച് ഉള്ള പണവും കൊണ്ടങ്ങ് പോകാൻ പുതിയൊരു കോളനിവൽക്കരണമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതിന് നിന്നും എടുക്കാൻ ഇന്ത്യ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ മറ്റ് കുറേ ശക്തികളെയൊക്കെ എടുത്തു വെച്ച് നമ്മളെ വിരട്ടാം, ഭീഷണിപ്പെടുത്താം, ആക്രമിക്കാം എന്നെല്ലാമുള്ള ചിന്ത അമേരിക്കയ്ക്കുണ്ട്. അതെല്ലാം കാണിക്കുന്നുമുണ്ട്. ഇവിടെ ശരിക്കും ഇതെല്ലാം വിലപ്പോവുമെന്ന് അമേരിക്ക സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ അതിനെ മറികടക്കാനുള്ള തീരുമാനങ്ങളുണ്ടല്ലോ. നമ്മൾ ഇതുവരെ ഭയന്നു, ഇന്ത്യ ഭയന്നിട്ടേയില്ല. ഇന്ത്യ അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ തന്നെയാണ്. നീ പോടാ പുല്ലേ ട്രംപ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. 4 തവണയാണ് ട്രംപ് മോദിയെ വിളിച്ചത്. മോദി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഒരു ജർമ്മൻ പത്രം ഒഴിച്ച് ബാക്കി ആരും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. ആ പത്രം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ പലരും കൊടുക്കേണ്ടത് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പം നമ്മൾ അത്ര പോലും ഭയക്കുന്നില്ല, മോദി അത്രയും ഭയക്കുന്നില്ല. നമ്മുടെ തലപ്പത്തിരിക്കുന്നവന് ഭയമില്ലെങ്കിൽ താഴെ നിൽക്കുന്ന നമുക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ സ്വതന്ത്ര വ്യാപാര കരാർ, ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത് അമേരിക്ക പറയുന്നത് അമേരിക്കക്ക് ഇങ്ങോട്ട് എന്തു ഇറക്കാം, പക്ഷെ അങ്ങോട്ട് വരുന്ന കാര്യത്തിന് ഈ സ്വതന്ത്ര വ്യാപാര കരാർ കാര്യമില്ല, അവരത് ഗൗനിക്കില്ല. അവർക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തീരുവ കൊടുത്തു തന്നെ ആകണം. അവരുടെ എന്ത് സാധനവും ചപ്പും ചവറും കൊണ്ടുവന്ന് നമ്മുടെ വിപണിയിലേക്ക് ഇറക്കാനായിട്ട് ഫ്രീ ട്രേഡ് നമ്മൾ അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ആശാന എന്നുള്ളതാണല്ലോ. അത് കുറേ കഴിയുമ്പോഴേക്കും അങ്ങനെ അല്ലാത്ത എല്ലാത്തിനും എതിരെ പ്രതിഷേധങ്ങളുണ്ടാവും. അത് വലിയ രീതിയിലേക്ക്, വലിയ വിപത്തുകളിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ഷീരമേഖല, കാർഷിക മേഖല ഒക്കെയാണ്, ഈ EV സെക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല. എന്നാൽ നമ്മളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UAE, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, UAE, ശ്രീലങ്ക തുടങ്ങി അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മൾ ഭയക്കില്ല എന്നുള്ളത് ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട്, അതായത് ഇങ്ങോട്ടിട്ട ഒരു പാല വിട്ടാൽ അങ്ങോട്ടുമുണ്ട് എന്നുള്ള തരത്തിൽ നമ്മൾ ഈ രാജ്യങ്ങളുമായി തന്നെ മാന്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു താരിഫ് യുദ്ധത്തെ മറികടക്കണമെങ്കിൽ അതിന് കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന RCEP എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു വലിയ നീക്കം നടത്തുമ്പോൾ നേരത്തെ നമ്മൾ ഈ പറയുന്ന RCEPയിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിൽ നമ്മൾ പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ RCEP എന്ന് പറയുന്ന ഒരു ഗാങ് അത് വളരെ വലുതാണ്. ഏതാണ്ട് 15 രാജ്യങ്ങളുണ്ട്, 2.3 ബില്യൺ ജനസംഖ്യയുണ്ട്. അതിൽ ലോക GDPയുടെ ഇതിൽ 1/3 ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളത്. അപ്പം അതിലേക്ക് കൂടി നമ്മൾ കടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഉള്ളത്. അപ്പം 2019 നവംബറിൽ ഈ കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ ഈ RCEP എന്ന് പറയുന്ന സംഘടന അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിപണിയിലെ പ്രവേശിക്കുന്നതിനുള്ള ചില പ്രശ്നങ്ങളൊക്കെ, സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വ്യാപാരക്കുറവ് ഉയരുക, കർഷകരോടും ആഭ്യന്തര നിർമ്മാണത്തോടും ചെറുകിട വ്യവസായങ്ങളോടുമുള്ള സമീപനങ്ങളൊക്കെ അപകട സാധ്യത നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നത് അതാണ്, നമ്മുടെ കർഷകരെയോ നമ്മുടെ ഇടത്തരം സംരംഭകരെയോ ഒന്നും ഒരു രീതിയിലും പോറൽ പോലും ഏൽപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഇതിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ വിട്ടുപോകുന്നു, പിന്നീട് ഇന്ത്യ ഇതിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ 2.3 ബില്യൺ ജനസംഖ്യ ഉള്ളിടത്തേക്ക് ഇന്ത്യൻ പ്രോഡക്ട്സ് എത്തുമെന്നുണ്ടെങ്കിൽ ഈ ഒരു രാജ്യത്തെ ആശ്രയിച്ച് മാത്രം നമ്മൾ നിൽക്കേണ്ട കാര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗോള സപ്ലൈ ചെയിൻ പുനഃക്രമീകരണങ്ങൾ, തീരുവ യുദ്ധം, കയറ്റുമതി വിപണികൾ വൈവിധ്യമാക്കേണ്ടതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ RCEP അംഗത്വത്തിൻ്റെ ചെലവും പ്രയോജനവുമൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു ചർച്ചകൾ നമ്മളിവിടെ ആരംഭിച്ചത് എന്നുള്ളതാണ്. ഈ അമേരിക്കയുമായിട്ടുള്ള ഈ വ്യാപാര സംഘർഷങ്ങളൊക്കെ കൂടുതൽ രൂക്ഷമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇപ്പുറത്തുണ്ട്. ചൈനയെ അമേരിക്ക പിണക്കിയിട്ടില്ല,
അതായത് 47% റഷ്യൻ ക്രൂഡ് വാങ്ങുന്ന ചൈനയെ പിണക്കാൻ അമേരിക്ക തയ്യാറല്ല. 38% വാങ്ങുന്ന നമ്മളെ പിണക്കാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് താനും. പക്ഷെ നമ്മൾ ചൈനയുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ, ഈ ഒരു അച്ചുതണ്ട് വരാതിരിക്കാനുള്ള സകല കളികളും കളിച്ചിട്ടുള്ള അമേരിക്ക. പക്ഷെ അമേരിക്കയുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോവുകയാണ്. ആ ഉച്ചകോടിക്ക് ശേഷം തനിച്ചു തന്നെ ഷീ ജിൻപിങ്ങിനെ കാണും എന്നുള്ള കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കച്ചവട സാധ്യതകളെ, വിപണി സാധ്യതകളെ എങ്ങനെയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്ക് കൂടി ആ ചർച്ചകൾ പോകാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും അമേരിക്ക ഭയക്കുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്, അമേരിക്കയുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ഭാവി രൂപപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വ്യാപാര ചൂതാട്ടം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം നീങ്ങുകയാണ്. അപ്പോൾ ഈ പറയുന്ന RCEP എന്ന് പറയുന്ന ആ ഒരു സംഘടന എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക്, വലിയൊരു വമ്പൻ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ RCEPയുമായിട്ട് വിട്ടുനിന്നത്. ഇപ്പോൾ വീണ്ടും ഈ 15 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ ഒരു കൂട്ടായ്മയിലേക്ക് ചേരാനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നതായിട്ട് സർക്കാർ തന്നെ വെളിപ്പെടുത്തുന്ന സാധ്യതകളിലേക്ക് എത്തി. ജപ്പാനും സിംഗപ്പൂറും ഒക്കെ ഇതിലേക്ക്, ഈ RCEPയിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ഇന്ത്യക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇവരുമൊക്കെ ആയിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയിലേക്ക് കൂടി ഇന്ത്യയെ ചെല്ലുന്നതിന് ക്ഷണിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ കൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അവരും നോട്ടമിടുന്നത് നമ്മുടെ ഈ 146 കോടി ജനങ്ങളുടെ വിപണിയാണ്. അവരും സാധ്യതകൾ തേടുന്ന രാജ്യങ്ങളാണല്ലോ എല്ലാവരും. അപ്പൊ അവരുടെ വിപണി അവർ നോക്കുക തന്നെ ചെയ്യും. അപ്പോൾ അമേരിക്കയ്ക്ക് ബോധമില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു കുരുട്ട് ബുദ്ധിയാണ്. അവനവന് മാത്രം കിട്ടണം, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ട്രംപ് ചെയ്യുന്നത് അമേരിക്കയുടെ പടുകുഴി തോണ്ടുക എന്നുള്ള കാര്യമാണ്. അത് ട്രംപ് തിരിച്ചറിയാത്തതാണോ അതോ സ്വന്തം ബിസിനസിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ മുഴുവനും ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് തിരിച്ചുവിടുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്തായാലും 2025 എത്തുമ്പോൾ ഈ ഒരു RCEPയുമായി കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ മാറുകയാണ്. അമേരിക്ക ഏഷ്യയിൽ ഉടനീളം കടുത്ത തീരുവകൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അതിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടാകുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലകൾ വീണ്ടും പൊളിച്ചെഴുതപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ആസിയാന് 15 തൊട്ട് 20% തീരുവയും, ലാവോസിന് 40%, കംബോഡിയയ്ക്ക് 19%, ഇന്ത്യക്ക് അതിശക്തമായി 50% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ റഷ്യൻ എണ്ണ എന്ന് പറയുന്നുണ്ട്. പക്ഷേ റഷ്യയുടെ കാര്യത്തിൽ മറ്റു ചില നീക്കങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. റഷ്യയുമായിട്ട് മറ്റു ചില കരാറുകളിലേക്ക് അമേരിക്ക ഏർപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ചില വെല്ലുവിളികളുണ്ട്. അതായത് ചൈനയുമായ റെക്കോർഡ്, ഇപ്പോൾ ചൈനയുമായിട്ട് ഏതാണ്ട് 99 ബില്യൺ ഡോളറിന്റെ വ്യാപാര കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇറക്കുമതികൾ ഉയരുകയും കയറ്റുമതികൾ താഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫാർമ, IT മേഖലകൾ ഇന്ത്യയുടെ ശക്തിയിലുള്ളവയാണെങ്കിലും ചൈനീസ് വിപണിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ചൈനീസ് സന്ദർശനത്തോടുകൂടി, പ്രധാനമന്ത്രി മോദിയുടെ ചൈനീസ് സന്ദർശനത്തോടുകൂടി ഇല്ലാതെയാകുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ബന്ധത്തിലുണ്ടായിട്ടുള്ള ഈ മഞ്ഞുരുകൽ എന്ന് പറയുന്നത് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് കൂടി മഞ്ഞുരുകൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിലേക്ക് തുറന്നിടുന്നത്. തിരിച്ച് ഇന്ത്യയും മറ്റു ലോകരാജ്യങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ വിപണിയുമായി ബന്ധപ്പെട്ടിട്ട് തുറന്നിടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.